ചെല്ലാനം തീരത്ത് അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടികൂടി. 12 തൊഴിലാളികളടങ്ങുന്ന മുനമ്പത്ത് നിന്നുള്ള ബോട്ടാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി കോസ്റ്റൽ പോലീസിന് കൈമാറിയത്. മുനമ്പത്ത് നിന്നുള്ള രവിചേട്ടൻ എന്ന ബോട്ടാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് പിടികൂടിയത്. മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെല്ലാനം തീരത്ത് നിന്നും മത്സ്യങ്ങൾ പിടികൂടിയതിനാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ മീൻ ബോട്ടിലുണ്ടായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മീനടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ മീൻ താഴെ പോയി. അങ്ങനെ ആ ബോട്ടേ കയറി കരക്കി മേടിക്കാനെന്ന് കയറിയുമ്പോൾ ആ ബോട്ട് നിറച്ച് ശാലയിൽ കിടക്കും. അവർ പിന്നെ ഒരു മുറി കുത്തി വേറെ വെള്ളത്തിലിട്ടേക്കായിരുന്നു. ഞങ്ങളെല്ലാ വള്ളക്കാരും പരസ്പരം വയർലെസ്സിലൂടെ വിളിച്ച് വള്ളക്കാരെല്ലാവരും കൂടി വന്ന് പിടിച്ച് ആ മീനും കൂടി ബോട്ടെ പിടിച്ചിട്ടുണ്ട്. ബോട്ട് പതുക്കെ ഓടിച്ച് കരക്കുന്ന ആ ചെല്ലാനം ഹാർബറിന്റെ മുഖത്തിൽ ഇട്ടിരിക്കുക. എങ്ങനെ വന്നാൽ 2 ലക്ഷം രൂപയുടെ മീൻ കാണും. 12 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് പിടികൂടിയതെങ്കിലും തൊഴിലാളികൾ എല്ലാവരും അന്യസംസ്ഥാനക്കാരായിരുന്നു. അധികാരികളുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇത്തരം പ്രവർത്തികൾക്ക് വഴിവെക്കുന്നതെന്നും ഈ അവസ്ഥ തുടർന്നാൽ പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാകുമെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യിൽ പറഞ്ഞു. ട്രോൾ നെറ്റുകൾക്ക് ബോട്ടുകൾക്ക് തീരക്കടലിൽ വലിക്കാനുള്ള അധികാരമില്ല. അവർക്ക് നിയമിച്ചേക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ 12 നോട്ടിക്കൽ മൈലിന്, അതായത് 10 കിലോമീറ്ററിന് മേലെ വേണം അവർ പണിയെടുക്കാൻ. അവർ തീരക്കടലിലേക്ക് വന്നതിൻ്റെ പ്രതിഷേധമായിട്ട് ഇത് പലപ്പോഴും ഫിഷറീസ് വകുപ്പിനോടും കോസ്റ്റൽ പോലീസിനോടും കോസ്റ്റ് ഗാർഡിനോടും എല്ലാവരോടും നമ്മളിത് പറഞ്ഞിട്ടും ഒരു ഉദ്യോഗസ്ഥന്മാരും ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് വരുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ തീരക്കടലിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചാള മാത്രമേ ഈ തീരക്കടലിൽ നിന്നുള്ളൂ. അതുപോലും ഇപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചക്കാലമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു ചെറിയ വറുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പം തീരക്കടലിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വലിയ ട്രോൾ നെറ്റുകൾ തീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കാരണം നമുക്ക് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം ഒരു ഇതല്ല. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ ഉദ്യോഗ വൃന്ദങ്ങളും അതിന് തയ്യാറെടുത്തുകൊണ്ട് ഈ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും അതുപോലെ ഈ ഓരോ കടലവകാശ നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരും മുന്നിട്ട് വന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയ ബോട്ട് കോസ്റ്റൽ പോലീസിന് കൈമാറി. തുടർന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെത്തി ബോട്ടും തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് പ്രശ്നം പരിഹരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.